ഹലോ, വെൽക്കം ബാക്ക് ഓൾ. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാണ്ടേക്കാട്ടിലേക്കാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഈ വഴികളൊക്കെ ഭയങ്കര ഇടുങ്ങിയതാണ് ഇവിടുത്തെ. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഇപ്പം ഒരു സിനിമയൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. അത്രയ്ക്ക് നല്ല ഒരു ഒരു ഫീൽ ഗുഡ് മൂവിയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം പഴയ രീതിയിലുള്ള തറയും പിന്നെ ചെറിയ ചെറിയ കവാടങ്ങളും ചെറിയ മറ്റേ വഴികളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല ഒരു സീനിക്കായ സ്പോട്ടുകളാണ് ഇവിടെ പലതും ഉള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാണ്ടേക്കാട്ടിലേക്കാണ്. ഇവിടുത്തെ എല്ലാ ഘാട്ടുകളെ പോലെയും അതിൻ്റെ പേരുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ അതിന് ഒരുപാട് കഥകളുണ്ട് അതിൻ്റെ പിന്നിൽ. അതേ കണക്കാണ് പാണ്ടേക്കാട്ടിനും. പാണ്ടേക്കാട്ടിൻ്റെ പേര് വരാൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ ബാബു പാണ്ഡെ എന്ന് പറഞ്ഞൊരു ബീഹാറി റെസ്ലർ ഇവിടെ വന്നായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ ഗുസ്തി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഒരുപാട് ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് ഈ ഘാട്ടിന് പാണ്ടേഘാട്ടെന്ന് പേര് കൊടുത്തത്. അതിന് മുമ്പ് ഇതിൻ്റെ പേര് സർവേശ്വർ ഘാട്ടെന്നായിരുന്നു. കാരണം സർവേശ്വര ടെമ്പിളുണ്ട് നമ്മൾ ഈ വന്ന വഴിക്ക് നിങ്ങൾ മുകളിൽ കണ്ടു കാണും. ആ ഒരു ടെമ്പിളിൻ്റെ പേരായിരുന്നു ആദ്യം കൊടുത്തത്. പിന്നെ കാലഘട്ടത്തിൽ ഇങ്ങനെ പേര് മാറ്റപ്പെട്ടു. ഇതാണ് പാണ്ടേഘാട്ട്. ഭയങ്കര ഫേമസ് ഒന്നുമല്ല, കാരണം മറ്റ് ഘാട്ടുകൾ കണക്ക് ഒട്ടും അത്ര ആളും തിരക്കും ഒന്നും ഇല്ലാത്തൊരു ഘാട്ടാണ്. ഇപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. തോണികളൊക്കെ ഇഞ്ഞ് കയറി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഗംഗാരതിയുടെ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഉണ്ട് മുമ്പെടുത്ത. അതിൽ നിങ്ങൾക്ക് ഗംഗാരതി കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം താഴെയാണ് അന്ന് ഈ തോണികളൊക്കെ കിടക്കുന്നതെന്ന്. ഇതിപ്പോൾ ഒരുപാട് മുകളിൽ കയറി. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ അടുത്തൊരു ലോക്കൽ ആളത്ത് ചോദിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറയുന്നത് ഇവർക്ക് വർഷാവർഷം ഉണ്ടാകുന്ന ഒരു എന്താ പറയുക സീസണലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അതായത് നദി വെള്ളം കൂടുന്നു, അപ്പം അതിൻ്റേതായ ചെളികൾ കയറുന്നു. അതിൻ്റേതായ രീതിയിൽ അവരത് സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഈ സമയം ഏകദേശം ഒരു മഴക്കാല സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു സീസണലായിട്ട് വരുന്ന ഒരു സംഭവം മാത്രമായത്. പിന്നെ ഇതാണ് പാണ്ടേഘാട്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഘാട്ടിനെ പറ്റിയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങളും നിങ്ങൾ പറയാനുള്ളത്. പിന്നെ ഈ കാണുന്നത് ദോബെ ഘാട്ടാണ്. എന്ന് വെച്ചാൽ ഈ അലക്കുകാർ അവരുടെ സ്മരണാർത്ഥം ഇട്ട ഒരു പേര്. ആ കാണുന്നതൊക്കെ ഒരുപാട് ഘാട്ടുകളാണ്. അതിൻ്റെ തുടക്കുന്ന ഭാഗത്താണ് അസി ഘാട്ടൊക്കെ വരുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങൾ പറയാൻ. ഇന്ന് ആരുമില്ല സത്യം പറയാൻ. ഏർലി മോർണിംഗ് ആണ്, 6 മണിയായി. അതുകൊണ്ട് ആരുമില്ല. ഒരു ചേട്ടൻ മാത്രം ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് പോകണ കണ്ടു, അല്ലാതെ വേറെ ആരുമില്ല. ഇതിപ്പോൾ ഞാൻ വന്ന വഴിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു രാത്രി. അതിന് ശേഷം ഒരു മോർണിംഗിൽ ഒരു 6 മണിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. സൈക്കിളിലൊക്കെ വരികയാണെങ്കിൽ തണുത്ത കാറ്റും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തറ കണ്ടാൽ മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീനാണ്. കാരണം ആൾക്കാർ വൃത്തിയാക്കാൻ വരുന്ന സമയമാണ്. അപ്പോഴത്തേക്കും മനസ്സിലാവും എത്തോരം നീറ്റായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 2-3 ക്ലീനേഴ്സ് അവിടെ ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. അവർക്കും എളുപ്പമാണ്, നമ്മളെ കണക്ക് ഇത് കാണാൻ വരുന്ന ആൾക്കാർക്കും ഒരു സന്തോഷമാണ്. കാരണം ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാരണം ആൾക്കാരെക്കാളും കൂടുതൽ അവിടെ ഈ കൂമ്പാരമാണ്, ചവറുണ്ട്. ഡൽഹിയിലൊക്കെ ഒരു മെട്രോ സ്റ്റേഷൻ്റെയൊക്കെ സൈഡിലൊക്കെ പോയി നോക്കിയാൽ മതി. കാരണം ഭയങ്കര കൂമ്പാരമാണ്, ചവറുകളെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തൊക്കെ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് പറയുന്നതല്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ എങ്ങും വേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ. കാരണം ഇത് 6 മണിക്ക് എടുത്ത വീഡിയോ ആണ്. അവർ ക്ലീനേഴ്സൊക്കെ വരുമ്പോൾ 7 മണി 7:30 സംതിങ് ആയിട്ടില്ലേ സാധാരണ ക്ലീൻ ചെയ്തിട്ട് പോണത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് മുമ്പുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെയാണ് 1-2 വേസ്റ്റൊക്കെ കിടക്കുന്നത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൊഡോളിയ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലേസിലേക്കാണ്. അവിടെ നിന്നാണ് വേറൊരു ഘാട്ടിലേക്ക് പോകുന്നത്. ഇതാണ് കാശിയിലേക്കുള്ള വഴി. ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു സ്മാർട്ട് സിറ്റി ആക്കാനുള്ള ഒരു വലിയൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അണ്ടർ പ്രോഗ്രസ് ആണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ തരാം. ഇപ്പോഴല്ല, അതിന് കുറച്ച് സമയമെടുക്കും. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട്. അതുമല്ല എനിക്കും സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്.